നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. ഉമ്മ തോമസിനെ സന്ദർശിച്ച് പിണറായി വിജയൻ. നിയമസഭയുടെ ബഡ്ജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസ് പരിഗണിക്കാൻ മാറ്റി. കേരളം ഞെട്ടിയ പാറശാല ഷാരോൺ വധക്കേസിൽ നിർണായക വിധിയുമായി കോടതി. ഹണി റോസിനെതിരെയുള്ള അധിക്ഷേപ പരാമർശത്തിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്ത് യുവജന കമ്മീഷൻ. സ്വച്ഛ് സർവേഷനിലും തിളങ്ങി മോഹനൻ. വടക്കാഞ്ചേരി ടൗൺ മാരിയമ്മൻ കോവിലിലെ അമ്മൻകുട മഹോത്സവത്തിന് കാൽനാട്ടി. വാർത്തകൾ വിശദമായി. ഉമ്മ തോമസിനെ സന്ദർശിച്ച് പിണറായി വിജയൻ. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെ വേദിയിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമ തോമസിനെ സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചി റിനൈ മെഡിസിറ്റിയിൽ എത്തിയാണ് മുഖ്യമന്ത്രി MLAയുടെ ആരോഗ്യസ്ഥിതി തിരക്കിയത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് മുഖ്യമന്ത്രിയുടെ ആശുപത്രി സന്ദർശനം. മികച്ച ചികിത്സ ലഭ്യമാക്കിയതിന് ഉമ തോമസ് മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിച്ചു. എന്നാൽ അത് തന്റെ കടമയാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. എല്ലാവരും ഒപ്പമുണ്ടായിരുന്നുവെന്നും ഉമ തോമസ് അറിയിച്ചു. നാട് ഒന്നാകെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭയുടെ ബഡ്ജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ നയപ്രഖ്യാപനത്തോടെയാണ് തുടക്കമായത്. പുതിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും നിയമസഭയ്ക്ക് പുറത്ത് സ്വീകരിച്ചു. മലയാളത്തിൽ നമസ്കാരം പറഞ്ഞായിരുന്നു ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുമെന്ന് ഗവർണർ നയപ്രഖ്യാപനത്തിൽ പ്രഖ്യാപിച്ചു. ഡിജിറ്റൽ വിഭജനം കുറച്ചുവരാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിദരിദ്രരെ കണ്ടെത്തി ദാരിദ്ര്യമില്ലാതാക്കാൻ നടപടിയെടുക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കും. എല്ലാവർക്കും പാർപ്പിടമുറപ്പിക്കാൻ പദ്ധതികളുണ്ടാകും. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ തീവ്ര ശ്രമമുണ്ടാകും. വികസന പാതയിലേക്കുള്ള കേരളത്തിന്റെ പ്രവൃത്തികൾ ലോകശ്രദ്ധ ആകർഷിക്കുന്നതാണ്. നവകേരള നിർമ്മാണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയ്ക്കും മുൻഗണന നൽകും. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിയായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. സർക്കാരിന്റെ നേട്ടങ്ങളും ഗവർണർ എണ്ണിപ്പറഞ്ഞു. ദേശീയപാത വികസനം സുഗമമായി പുരോഗമിക്കുന്നുവെന്നും ഗവർണർ വ്യക്തമാക്കി. സ്റ്റാർട്ടപ്പ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുമെന്ന് പറഞ്ഞ ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ എടുത്തു പറയേണ്ടതാണെന്നും പറഞ്ഞു. 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നുവെന്നും ഗവർണർ പറഞ്ഞു. സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസ് പരിഗണിക്കാൻ മാറ്റി. സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസ് പരിഗണിക്കാൻ മാറ്റി. കോഴിക്കോട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 4 ആണ് കേസ് പരിഗണിച്ചത്. സുരേഷ് ഗോപി കോടതിയിൽ ഹാജരാകാത്തതിനാലാണ് കേസ് മാറ്റിയത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 27-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകയുടെ തോളിൽ അനുവാദമില്ലാതെ സുരേഷ് ഗോപി കൈവയ്ക്കുകയായിരുന്നു. മാധ്യമപ്രവർത്തക ഒഴിഞ്ഞുമാറിയെങ്കിലും സുരേഷ് ഗോപി വീണ്ടും കൈവച്ചു. ഈ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തക സുരേഷ് ഗോപിയുടെ കൈ തട്ടിമാറ്റി തന്റെ നീരസം അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ മാധ്യമപ്രവർത്തക കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സുരേഷ് ഗോപി സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും മോശം ഉദ്ദേശത്തോടെ പെരുമാറിയെന്നുമായിരുന്നു മാധ്യമപ്രവർത്തക കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയത്. തുടർന്ന് സുരേഷ് ഗോപിക്കെതിരെ IPC 354, കേരള പോലീസ് ആക്ട് 119A വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു. മാധ്യമപ്രവർത്തകയ്ക്ക് മാനഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ സുരേഷ് ഗോപി പ്രവർത്തിച്ചു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. 2 വർഷം തടവോ അല്ലെങ്കിൽ പിഴയോ, ഇത് രണ്ടും ഒരുമിച്ചോ ലഭിക്കാവുന്ന വകുപ്പാണിത്. സംഭവം വിവാദമായതിന് പിന്നാലെ സുരേഷ് ഗോപി ഖേദം പ്രകടിപ്പിച്ചിരുന്നു. കേരളം ഞെട്ടിയ പാറശാല ഷാരോൺ വധക്കേസിൽ നിർണായക വിധിയുമായി കോടതി. കേരളം ഞെട്ടിയ പാറശാല ഷാരോൺ വധക്കേസിൽ നിർണായക വിധിയുമായി കോടതി. പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി വിധിച്ചു. ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. മതിയായ തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിയാത്തതിനാൽ കേസിൽ ഗ്രീഷ്മയുടെ അമ്മയെ കോടതി കുറ്റവിമുക്തയാക്കി. കേസിൽ 2ാം പ്രതിയായിരുന്നു ഗ്രീഷ്മയുടെ അമ്മ സിന്ധു. കേസിലെ ശിക്ഷാവിധി നാളെ. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പ്രഖ്യാപിച്ചത്. 1ാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിഞ്ഞെന്ന് കോടതി പ്രഖ്യാപിച്ചു.
ഷാരോണിനെ തട്ടിക്കൊണ്ടുപോയി ഷാരോണിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തി ഗ്രീഷ്മ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. അമ്മാവൻ നിർമ്മൽ കുമാറിനെതിരെ തെളിവ് നശിപ്പിച്ചെന്ന കുറ്റമാണ് തെളിഞ്ഞിരിക്കുന്നത്. കേസിലെ ഒന്നാം പ്രതിയാണ് ഗ്രീഷ്മ. ഹണി റോസിനെതിരെയുള്ള അധിക്ഷേപ പരാമർശത്തിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്ത് യുവജന കമ്മീഷൻ. ഹണി റോസിനെതിരെയുള്ള അധിക്ഷേപ പരാമർശങ്ങളിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്ത് യുവജന കമ്മീഷൻ. ദിശ എന്ന സംഘടന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. സ്ത്രീത്വത്തെ നിരന്തരമായി വാർത്താ ചാനലുകളിലൂടെ അപമാനിക്കുകയും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുന്നതായും ചൂണ്ടിക്കാട്ടിയാണ് ദിശ പരാതി നൽകിയത്. അതിജീവിതകളെ ചാനൽ ചർച്ചയിൽ അപമാനിക്കുന്ന പാനലിസ്റ്റുകളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കരുതെന്ന് യുവജന കമ്മീഷൻ അധ്യക്ഷൻ ഷാജർ ആവശ്യപ്പെട്ടു. മലപ്പുറം കളക്ടറേറ്റിൽ നടന്ന യുവജന കമ്മീഷൻ അദാലത്തിലാണ് കമ്മീഷൻ ഇക്കാര്യം അറിയിച്ചത്. ഹണി റോസിന്റെ വസ്ത്രവും ബോബി ചെമ്മണ്ണൂരിന്റെ പെരുമാറ്റവും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഹണി റോസിനെ വിധേയമാക്കേണ്ടി വരും. നടിയുടെ വസ്ത്രം സാരിയാണെങ്കിലും ഓവർ എക്സ്പോസിംഗ് ആണ്. ബോബിയുടെ വാക്കുകൾക്ക് ഡീസൻസി വേണം എന്നതുപോലെ ഹണിയുടെ വസ്ത്രത്തിനും ഡീസൻസി വേണം തുടങ്ങിയ പരാമർശങ്ങളാണ് രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചകളിലൂടെ നടത്തിയിരുന്നത്. ഫേസ്ബുക്ക് പേജിലൂടെയും രാഹുൽ ഈശ്വർ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. സ്വച്ഛ് സർവേഷനിലും തിളങ്ങി മോഹനൻ. തൊഴിലിനെ പോലെ കലയെയും നെഞ്ചിലേറ്റി നടക്കുന്ന വടക്കാഞ്ചേരി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളിയായ പാറങ്ങാട്ടിൽ വീട്ടിൽ മോഹനനാണ് സ്വച്ഛ് സർവേഷനിലെ താരം. സ്വച്ഛ് സർവേഷൻ 2024 ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചുമർചിത്ര രചനയിലാണ് വർണ്ണ മനോഹരങ്ങളായ ചിത്രങ്ങൾ വരച്ച് മോഹനൻ തന്റെ കയ്യൊപ്പ് പതിച്ചത്. സ്വച്ഛ് സർവേഷനിൽ മകൾ മാളവികയെയും പങ്കാളിയാക്കിയാണ് മോഹനൻ ചിത്രം വരയ്ക്കിറങ്ങിയത്. കോയമ്പത്തൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മാളവിക അവധിക്ക് നാട്ടിലെത്തിയതാണ്. അച്ഛനെ പോലെ എനിക്കും വരയ്ക്കാൻ ഇഷ്ടമാണ്. അച്ഛനൊപ്പം നഗരസഭയുടെ സ്വച്ഛ് സർവേഷന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്ന അഭിപ്രായക്കാരിയാണ് മാളവിക. പാർലിക്കാട് പരിസരത്ത് അച്ഛനും മകളും ചേർന്ന് ഒരുക്കുന്ന നിറക്കൂട്ടുകൾ നയന മനോഹരമായ കാഴ്ചയാണ്. ജോലി കഴിഞ്ഞുള്ള ഒഴിവു സമയങ്ങൾ സ്വച്ഛ് സർവേഷനെ മാറ്റിവെച്ച് തന്റെ സർഗാത്മക കഴിവുകൾക്ക് ഇടം കണ്ടെത്തുകയാണ് ഈ 48-കാരൻ. നഗരസഭയുടെ ഒട്ടുമിക്ക പരിപാടികളിലും നിറക്കൂട്ടുകളുമായി മോഹനൻ മുൻപന്തിയിലുണ്ടാകും. സ്വച്ഛ് സർവേഷനോടനുബന്ധിച്ച് നഗരസഭയിൽ നടക്കുന്ന വിവിധങ്ങളായ ശുചീകരണ പ്രവർത്തനങ്ങളിലും ഇദ്ദേഹം സജീവമാണ്. നഗരത്തെ ശുചിത്വ പൂർണ്ണമാക്കുന്നതോടൊപ്പം നിറക്കൂട്ടുകൾ ചാലിച്ച് വർണ്ണ മനോഹരമാക്കുന്നതിലും ഒരുപോലെ സന്തോഷം കണ്ടെത്തുകയാണ് ഇയാൾ. ഭാര്യ അജിതയും അമ്മ തങ്കയും മോഹനനെ കട്ടയ്ക്ക് കൂടെയുണ്ട്. മക്കളായ മിത്രയും മികിലും മാളവികയെ പോലെ തന്നെ ചിത്രകല ഇഷ്ടപ്പെടുന്നവരാണ്. വടക്കാഞ്ചേരി ടൗൺ മാരിയമ്മൻ കോവിലിലെ അമ്മൻകുട മഹോത്സവത്തിന് കാൽനാട്ടി. വടക്കാഞ്ചേരി ടൗൺ മാരിയമ്മൻ കോവിലിലെ അമ്മൻകുട മഹോത്സവത്തിന് കാൽനാട്ടി. പൂജകൾക്ക് തന്ത്രി അവണപ്പറമ്പ് പ്രദീപൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി മൈലക്കൂട്ടത്തിൽ നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. കാൽനാട്ടൽ കർമ്മത്തിന് സേവാസമിതി പ്രസിഡന്റ് SR മുത്തുകൃഷ്ണൻ, സെക്രട്ടറി B സതീഷ് പിള്ള, ട്രഷറർ G രാഗേഷ്, G ഗോപാൽ, അഡ്വക്കേറ്റ് TS മായാദാസ്, അജു S പിള്ള, സുന്ദരം നായിഡു എന്നിവർ നേതൃത്വം നൽകി. അമ്മൻകുടയോട് അനുബന്ധിച്ചുള്ള അന്നദാനവും കലാപരിപാടികളും ജനുവരി 21 ആരംഭിക്കും. ജനുവരി 21 വൈകിട്ട് 6 സരസ്വതി കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്തങ്ങൾ, ജനുവരി 22 വൈകിട്ട് 6 ശ്രീരഞ്ജിനി കലാസമിതി അവതരിപ്പിക്കുന്ന നൃത്തങ്ങൾ, ജനുവരി 23 എക്സൈസ് വിളക്ക്, വൈകിട്ട് 6 വിദൂഷക ശ്രീ വജസ്പതി എളവൂർ അനിൽ അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്, ജനുവരി 24 പോലീസ് വിളക്ക്, മച്ചാട് രഞ്ജിത്ത് അവതരിപ്പിക്കുന്ന തായമ്പക, രാത്രി 10 മാവിളക്ക് എന്നിവ നടക്കും. ജനുവരി 28 ഏഴാം പൂജയോടെ അമ്മൻകുട മഹോത്സവം സമാപിക്കും. ഒരിടവേള. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളൂ,
ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. നെയ്യാറ്റിൻകര സമാധി കേസിൽ മുസ്ലിം വിരുദ്ധ പരാമർശത്തിന് മാപ്പ് പറഞ്ഞ് ഗോപാൽ സ്വാമിയുടെ മകൻ സനന്ദൻ. നെയ്യാറ്റിൻകര സമാധി കേസിൽ താൻ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ. പരാതിക്ക് പിന്നിൽ മുസ്ലിം തീവ്രവാദികൾ എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നുവെന്നും അപ്പോഴത്തെ ഒരു മനസ്ഥിതിയിൽ പറഞ്ഞതാണെന്നും സനന്ദൻ വിശദീകരിച്ചു. മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 108ാം വാർഷികം മച്ചാട് ഉത്സവം സേവർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പുന്നംപറമ്പ് മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 108ാം വാർഷികം മച്ചാട് ഉത്സവം സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ PS വിനയൻ മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് TA നജീബ്, CV സുനിൽകുമാർ, MK ശ്രീജ, E ഉമാലക്ഷ്മി, VC സജീന്ദ്രൻ, PR രാധാകൃഷ്ണൻ, K രാമചന്ദ്രൻ, CC ജയപ്രഭ, ബിബിൻ ജോസഫ്, PK ജയറാം തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ ഷൈനി ജേക്കബ്, NP മാലിനി, KB ശ്രീമതി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവരുടെ വിവിധ കലാപരിപാടികളും വിവിധ മേഖലകളിൽ മികവു തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് നാടൻ പാട്ടും സ്നേഹവിരുന്നും ഉണ്ടായി. ആസാം സ്വദേശിയായ 19കാരൻ ജമാൻ ഹുസൈന് ജീവപര്യന്തം തടവും പിഴയും വിധിച്ച് കോടതി. 5 വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയും അമ്മയെ വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത അസം സ്വദേശിയായ 19കാരൻ ജമാൽ ഹുസൈന് ജീവപര്യന്തം തടവും പിഴയും വിധിച്ച് കോടതി. 2023 മാർച്ച് 30-ന് മുപ്ലിയത്തെ ഐശ്വര്യ കോൺക്രീറ്റ് ബ്രിക്സ് കമ്പനിയിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം. കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മ നജ്മ ഖാത്തൂൺ, അച്ഛൻ ബഹാറുൾ എന്നിവർ ബ്രിക്സ് കമ്പനിയിലെ ജോലിക്കാരായിരുന്നു. കമ്പനിയിൽ തന്നെയായിരുന്നു താമസം. നജ്മയുടെ വല്യമ്മയുടെ മകനായ പ്രതി ജമാൽ ഹുസൈൻ സംഭവത്തിന്റെ തലേദിവസം ഇവരുടെ അടുത്തെത്തി. നാട്ടിലെ സ്വത്ത് തർക്കം മൂലം നജ്മയോടും കുടുംബത്തോടും വൈരാഗ്യമുണ്ടായിരുന്ന പ്രതി അത് കാണിക്കാതെ നജ്മയോടും കുടുംബത്തോടുമൊപ്പം രാത്രി കഴിയുകയും പിറ്റേ ദിവസം രാവിലെ നജ്മയുടെ ഭർത്താവ് ഫാക്ടറിയിലേക്ക് പോയ ഉടനെ അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന നജ്മയെ വെട്ടുകത്തി ഉപയോഗിച്ച് തലയിലും കൈകളിലും വെട്ടുകയും ഭക്ഷണം കഴിച്ചിരുന്ന 5 വയസ്സുകാരൻ മകൻ നജറുൽ ഇസ്ലാമിനെ കഴുത്തിൽ വെട്ടി കൊലപ്പെടുത്തുകയുമായിരുന്നു. ഇതിനുശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ജോലിക്കാർ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. വരന്തരപ്പള്ളി പോലീസാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. വരന്തരപ്പള്ളി SHOS ജയകൃഷ്ണനായിരുന്നു കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും വിസ്തരിച്ച 22 സാക്ഷികളെയും 40 രേഖകളും 11ഓളം തൊണ്ടിമുതലുകളും പ്രതിക്കെതിരെ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. സ്വച്ഛ് സർവേക്ഷനിൽ പങ്കാളിയായി മെഡിക്കൽ കോളേജ്. സ്വച്ഛ് സർവേക്ഷനിൽ പങ്കാളികളായി മെഡിക്കൽ കോളേജ് വടക്കാഞ്ചേരി. സ്വച്ഛ് സർവേഷൻ 2024-ന്റെ ഭാഗമായി RRR സെന്ററിലേക്ക് ആവശ്യമായ ഉപയോഗപ്രദമായ സാധനങ്ങൾ നഗരസഭയ്ക്ക് കൈമാറി മെഡിക്കൽ കോളേജ് മാതൃകയായി. വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ഫാൻസി ആഭരണങ്ങൾ, ബാഗുകൾ തുടങ്ങിയവയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നഗരസഭയ്ക്ക് കൈമാറിയത്. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N അശോകനിൽ നിന്നും സാധനങ്ങൾ ഏറ്റുവാങ്ങി. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, നഴ്സിംഗ്, ഡെന്റൽ കോളേജ്, PWD, ട്രഷറി മെഡിക്കൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ എന്നിവിടങ്ങളിൽ നിന്നും ശേഖരിച്ച വിവിധങ്ങളായ 500ഓളം സാധനങ്ങളാണ് അധികൃതർ RRR സെന്ററിലേക്ക് നൽകിയത്. വലിച്ചെറിയൽ മുക്ത നഗരത്തെ വാർത്തെടുക്കുകയും അതുവഴി വസ്തുക്കളെ മലിനമാക്കാതെ അവ എങ്ങനെ പുനരുപയോഗിക്കാം എന്ന സന്ദേശം സമൂഹത്തിന് നൽകുകയുമാണ് ഈ പദ്ധതിയിലൂടെ നഗരസഭ ലക്ഷ്യം വെക്കുന്നത്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നിലവിൽ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, ഫർണിച്ചറുകൾ, കളിപ്പാട്ടങ്ങൾ, ബാഗുകൾ, ചെരുപ്പുകൾ തുടങ്ങി എല്ലാവിധ സാധനങ്ങളും ശേഖരിച്ച് നഗരസഭയിലെ റെഡ്യൂസ്, റീയൂസ്,
റീസൈക്കിൾ സെന്ററിൽ ശേഖരിക്കും. ഇവ നഗരസഭയിലെ അർഹരായ ഗുണഭോക്താക്കൾക്ക് നൽകി പുനരുപയോഗ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് പദ്ധതി വഴി നടപ്പാക്കുന്നത്. മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ വാർഡ് കൗൺസിലർ കെ ശൈലജ, സെക്രട്ടറി കെ മനോജ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബർ, മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KB സനൽകുമാർ, നവകേരള മിഷൻ നോഡൽ ഓഫീസർ PS ജയകുമാർ, നഗരസഭാംഗങ്ങൾ, വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. BJP വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റായി രഞ്ജിത്ത് KK ചുമതലയേറ്റു. BJP വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റായി രഞ്ജിത്ത് KK ചുമതല ഏറ്റെടുത്ത യോഗം വടക്കാഞ്ചേരി മുൻ മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗറിന്റെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി കേരളവർമ്മ പബ്ലിക് ലൈബ്രറി ഹാളിൽ വെച്ച് നടന്നു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, മണ്ഡലം ഭരണാധികാരി പ്രിന്റു മഹാദേവ്, മണ്ഡലം ഇൻചാർജ് E ചന്ദ്രൻ, പ്രഭാരി PK മണി, സംസ്ഥാന കൗൺസിൽ അംഗം ഗിരീഷ് മാഷ്, ജില്ലാ സെക്രട്ടറി ധന്യ രാമചന്ദ്രൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ S രാജു, അനിൽകുമാർ, CV എന്നിവർ പങ്കെടുത്തു. പറവൂരിൽ 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ ഋതുജയൻ ലഹരി അടിമ. പറവൂരിൽ 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ ഋതുജയൻ ലഹരി അടിമ. ഇയാൾ മാനസിക ആരോഗ്യ ചികിത്സയും തേടുന്നുണ്ട്. പുതിയൊരു സൈക്കോപാത്തിനെ പോലെയാണ് പെരുമാറുന്നതെന്ന് പോലീസ് പറഞ്ഞു. 28 വയസ്സുകാരൻ ഋതു മുൻപ് NDPS കേസിൽ 52 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. 2 ദിവസം മുൻപാണ് ബംഗളൂരുവിൽ നിന്ന് എത്തിയത്. വടക്കേക്കര പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. സ്ഥിരം പ്രശ്നക്കാരനെന്നും നാട്ടുകാർ പറയുന്നു. പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. കൊലപാതകം കരുതിക്കൂട്ടി ചെയ്തതാണ്. 1 വർഷമായി നിലനിൽക്കുന്ന അയൽത്തർക്കം നിലനിൽക്കുന്നുണ്ട്. തന്റെ സഹോദരിയെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിച്ചതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമെന്നും ഋതു പോലീസിന് മൊഴി നൽകി. ജിതിൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. 4-അംഗ കുടുംബമാണ് ആക്രമണത്തിനിരയായത്. കൊലപാതകത്തിൽ ഋതുജയൻ എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ചെപ്പാറയിൽ ടേക്ക് എ ബ്രേക്ക് വീണ്ടും പണി തുടങ്ങി. ചെപ്പാറയിൽ ടേക്ക് എ ബ്രേക്ക് വീണ്ടും പണി തുടങ്ങി. വനംവകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ ജില്ലാ ഭരണകൂടം തള്ളി. വടക്കാഞ്ചേരി വിനോദസഞ്ചാര കേന്ദ്രമായ ചെപ്പാറയിൽ 1 കോടി രൂപ ചെലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. ടേക്ക് എ ബ്രേക്ക് കെട്ടിടം വനഭൂമിയിലാണെന്ന യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം പ്രസിഡന്റ് അനീഷിന്റെ പരാതിയിൽ മച്ചാട് വനം റേഞ്ച് ഓഫീസറാണ് 11 മാസം മുൻപ് കെട്ടിട നിർമ്മാണം തടഞ്ഞത്. എന്നാൽ ചെപ്പാറയുടെ വികസനത്തെ ഇല്ലാതാക്കാനാണെന്ന നിലപാടുമായി നിർമ്മാണം വനഭൂമിയിലല്ലെന്ന് കാണിച്ച് വനം വകുപ്പിനും റവന്യൂ വകുപ്പിനും ബ്ലോക്ക് പഞ്ചായത്ത് രേഖകൾ സമർപ്പിച്ചിരുന്നു. സ്ഥലത്തെത്തി LR ഡെപ്യൂട്ടി റോഡ് നിർമ്മാണ സമയത്തോ പട്ടയം അനുവദിച്ചപ്പോഴോ വനം വകുപ്പോ സ്റ്റോപ്പ് മെമ്മോ ആർക്കും നൽകിയിരുന്നില്ല. ബ്ലോക്ക് പഞ്ചായത്ത് ടേക്ക് എ ബ്രേക്ക് നിർമ്മിക്കുന്ന വസ്തു തെക്കങ്കര പഞ്ചായത്തിൽ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ടതാണ്. അതിനാൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരമുള്ള നിർമ്മാണം നടത്താൻ തടസ്സമില്ലെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ഉത്തരവ് കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാസങ്ങളായി തടസ്സപ്പെട്ട നിർമ്മാണം വ്യാഴാഴ്ച പുനരാരംഭിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ പറഞ്ഞു. കളക്ടർ പരിശോധിച്ച ഈ മേഖലയിൽ പട്ടയം നൽകിയതായും അതിൽ വീടുകൾ നിർമ്മിച്ച് താമസിക്കുന്നതായും കണ്ടെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉമ്മ തോമസിനെ സന്ദർശിച്ച് പിണറായി വിജയൻ. നിയമസഭയുടെ ബഡ്ജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസ് പരിഗണിക്കാൻ മാറ്റി. കേരളം ഞെട്ടിയ പാറശാല ഷാരോൺ വധക്കേസിൽ നിർണായക വിധിയുമായി കോടതി. ഹണി റോസിനെതിരെയുള്ള അധിക്ഷേപ പരാമർശത്തിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്ത് യുവജന കമ്മീഷൻ. സ്വച്ഛ് സർവേഷനിലും തിളങ്ങി മോഹനൻ. വടക്കാഞ്ചേരി ടൗൺ മാരിയമ്മൻ കോവിലിലെ അമ്മൻകുട മഹോത്സവത്തിന് കാൽനാട്ടി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.